ഹായ്, എല്ലാവർക്കും നമസ്കാരം. സൂരജാണ്. കുറച്ച് ഇടവേളകൾക്ക് ശേഷമാണ് വീണ്ടും യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ചെയ്യുന്നത്. എൻ്റെ കൂടെ എല്ലാവരും പറയാറുണ്ട് സിനിമ സെറ്റിലെ ഫുഡ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്, ഒരാളുടെ ഫുഡാണേ. അപ്പം പലർക്കും എന്താ പറയുക, കാണണമെന്ന് മാത്രമല്ല കഴിക്കണമൊക്കെ ആഗ്രഹമുണ്ട്. എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമ സെറ്റിലെ ഫുഡ് കഴിക്കണമെന്ന്. പിന്നെ നമ്മൾ കഴിച്ച് വരുമ്പോൾ എല്ലാം നമുക്ക് എപ്പോഴും യൂസ്ഡ് ആവുമല്ലോ. അപ്പം ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഭക്ഷണം കൂടിയാണ്. ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ സിനിമ സെറ്റിലൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തടിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ഇപ്പം മനസ്സിലായില്ലേ. നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച പോലെ ഇപ്പം ദൈവം സഹായിച്ചിട്ട് ഒരുപാട് സിനിമ സെറ്റിലെ ഫുഡ് കഴിക്കാനുള്ള ഭാഗ്യമുണ്ട്. അപ്പം ഇനി അടുത്തത് ഉച്ചക്ക് എന്താണ് സെറ്റിലെ ഫുഡ്. ഇതിപ്പോൾ റൂമിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ബൊഫേ സിസ്റ്റം പോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇത് ഉച്ചക്ക് ലഞ്ചാണ്. ലഞ്ചും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇതിലും കൂടുതൽ ഐറ്റംസ് ഉണ്ട്, പക്ഷേ ഇതിൽ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മാത്രമാണ് അവർ ഈ ഒരു ഇതിൽ കൊണ്ടുവരിക. അപ്പോൾ അവിടെ നിന്ന് കഴിക്കുമ്പം ഒരുപാട് ഐറ്റംസ് കൂടുതലുണ്ടാവും. അത് ചപ്പാത്തിയും ഫിഷ് ഫ്രൈയും പിന്നെ പല നാട്ടിലും പല പേരിലുള്ള പല സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ട് പേരുകളൊന്നും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ രാത്രിയത്തെ ഫുഡ് എന്തായാലും കാണിക്കാൻ പറ്റില്ല. രാത്രി ഭക്ഷണം പരിപാടിയൊന്നുമില്ല. സത്യത്തിൽ നല്ല ടേസ്റ്റാണ്. അപ്പം അത് എന്താ പറയുക, അതൊരു ഫീലാണ് സത്യത്തിൽ. ഭക്ഷണം തന്നെ ഒരു ഫീലാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്താ ചിക്കൻ കറിയും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഭക്ഷണം ഡയറ്റിങ്ങൊക്കെ പിടിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമാണ്. അപ്പം ഞാൻ ഇത്രയും ഫുഡ് കഴിക്കാതെ കൊണ്ട് ഞാൻ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയും ഇതുപോലെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാം. ബൈ.